ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്, നമ്മളെല്ലാവരും പപ്സ് കഴിക്കുന്നവരല്ലേ. പപ്സ് കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. സൈസ് 3 ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വരെ വേവിച്ച് ഒരു മാഷർ വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ച് ഒട്ടും കട്ടില്ലാതെ നമ്മളൊന്ന് മാഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് ഒരു 3 സവോള നല്ല തിന്നാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, പപ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് നൈസായിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കാറ്. പിന്നെ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ബീഫും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്തെടുക്കണ്ട, അതിന് പകരം നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചീസ് ചേർത്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിവിടെ ഈ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതിലേക്ക് 2 പിടിയോളം മല്ലിയില ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഒരല്പം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് നമുക്കിതിലേക്ക് മൈദ ചേർക്കുമ്പോഴാട്ടോ. അപ്പോൾ മൈദ നമുക്ക് അളവ് പറയാൻ പറ്റില്ല, നമ്മൾ നല്ല പോലെ ഒന്ന് അരിച്ച് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതവിടെ 1 കപ്പ് മൈദ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് കയ്യിലൊന്ന് തൂത്തിട്ട് നമുക്കൊന്ന് കുഴച്ചങ്ങ് എടുക്കാം. കാരണം നമ്മുടെ കൈവെള്ളയിലൊക്കെ നല്ല പോലെ അങ്ങ് കിഴങ്ങ് പറ്റി പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ ഈ ഒരു നനവിൽ വേണം നമ്മൾ ഈ ഒരു മൈദ കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈറ്റിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈറ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പൊടിയാണ് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിത് എത്രയായാലും മൈദ ആകുമ്പോൾ ഒന്ന് വലിഞ്ഞു വരും. ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ പൊടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് അങ്ങ് എടുത്താൽ മതിയാവും. കണ്ടില്ലേ, കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കാത്ത, പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളൊരു ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഇതിലുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ ആ ഒരു സവോള, ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടക്ക് കണക്കാക്കിയിട്ടുള്ള സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പച്ചിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ഫില്ലിങ് പോലെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി വന്നോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒത്തിരി പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ
1 ടേബിൾ സ്പൂണോളം നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല, ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ചേർക്കാം കേട്ടോ. കുട്ടികളുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില പുതിനയിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഉള്ളി പൊടിയൊക്കെ കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ ബീഫ് ഒന്ന് ചതക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ബീഫും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി അങ്ങ് എടുക്കാം കേട്ടോ. ഇത്രയും മതി. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡോ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 ബോളാക്കി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തിയെടുക്കാം കേട്ടോ. ഞാനിതേപോലെ ഒരു കുഴൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. മൈദ ആയതുകൊണ്ട് നല്ല പോലെ അങ്ങ് വലിഞ്ഞു വന്നോളൂ. ഞാൻ ഈ ഒരു ലെവലിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു ഡപ്പട മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇതേപോലെ ഒരു കത്തിയൊന്ന് ഈ പൊടിയിലൊന്ന് മുക്കി ഒന്ന് റൗണ്ട് ചെയ്തങ്ങ് എടുക്കാം. ഇതാ നമ്മളിവിടെ കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തതൊന്ന് പരത്തിയെടുക്കുക. ഒരല്പം പൊടിയൊന്ന് തൂവിയെടുത്തിട്ട് നല്ലപോലെ റൗണ്ട് ചെയ്ത് പരത്താൻ കഴിയണവരാണെങ്കിൽ നല്ല വൃത്തിക്ക് അങ്ങ് പരത്തിയെടുത്താൽ മതി. കട്ട് ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു 4 പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ് ഒരല്പം കൂടുതൽ എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കുറേശ്ശെ മാറ്റി ഒരേ മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ചെറുതാക്കി എടുക്കണമെങ്കിൽ മുട്ട അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പരത്തിയെടുത്ത നമ്മുടെ ആ ഒരു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ പരത്തിയെടുത്തത് അതിന് വേണ്ടിയിട്ടാട്ടോ. മൈദ ആയതുകൊണ്ട് നല്ല പോലെ അങ്ങ് വലിഞ്ഞു വന്നോളൂ. എല്ലാ വശവും ഒന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ സെൻറ്ററിങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യും. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇതിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കാം.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാ വശമൊന്ന് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്കിത് എണ്ണയിലൊന്ന് വറുത്ത് കോരി എടുക്കുന്നതാട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാൻ ആയതുകൊണ്ട് നമുക്ക് അത്ര എണ്ണയുടെ ആവശ്യമില്ല. നമുക്കിതിലേക്ക് ഓരോന്നങ്ങ് വെച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ എല്ലാ വശവും എണ്ണയിലങ്ങ് മുങ്ങിക്കിടന്നോളും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നമ്മൾ എണ്ണയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ എല്ലാ വശവും മുരിഞ്ഞ് വന്നോളും. ഇതൊരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, ഇതേപോലെ നമുക്കൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇനി നമുക്കിത് എടുത്തു മാറ്റാം. അപ്പം ഇതാ നമ്മുടെ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പപ്സൊക്കെ കഴിക്കുന്നവരല്ലേ, അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.